തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരിച്ച ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് തന്നെ പരിശോധിക്കും. കല്ലറ പൊളിക്കാനുള്ള ഉത്തരവിറങ്ങി. ഡോക്ടർമാരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. ഗോപൻ സ്വാമി സമാധിയായതാണെന്നും കല്ലറ പൊളിക്കാൻ അനുവദിക്കില്ലെന്നും കുടുംബം പ്രതികരിക്കുന്നു. ഗോപൻ സ്വാമിയുടെ സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പോലീസ് ഇപ്പോൾ ഇന്നൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഗോപൻ സ്വാമിയുടെ ഭാര്യ ഇപ്പോൾ പ്രതികരിക്കാൻ മീഡിയയോടൊപ്പം ചേരുകയാണ്. ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതിനകത്ത്? കാരണം ഞാൻ വിശദീകരിച്ചൊക്കെ പറഞ്ഞു, ചുരുക്കത്തിൽ പറയുകയാണ്. ഇപ്പം 25 വർഷമായി ഈ ക്ഷേത്രം വന്നിട്ട്. ക്ഷേത്രം വന്ന സമയത്ത് ശിവപ്രതിഷ്ഠയായിരുന്നു. ആ ശിവപ്രതിഷ്ഠ ഈ നമുക്ക് ധ്യാനമുള്ളവർക്ക് മാത്രമേ ശിവപ്രതിഷ്ഠ പൂജിക്കാവൂ എന്ന് പറഞ്ഞ് ഭൂമിയിൽ ശിവലിംഗയെ പൂജിക്കാവുന്ന. എൻ്റെ ഭർത്താവ് യോഗീഷനാണ്, സന്യാസിയാണ്, ആശ്രമമുണ്ട്. പിന്നെ കൂടെ ഇതിനകത്ത് ഗുഹയുണ്ടായിരുന്നു. ഈ ചുറ്റുമതിൽ കെട്ടിയപ്പം ഗുഹ പൊളിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് ധ്യാനിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇപ്പം തൽക്കാലം കൃഷിപീഠം പോറ്റിക്കറിയാം അത് ഉണ്ടാക്കി ശില്പോട്ടിച്ച് വെച്ചത്. അതിനകത്ത് സംശയം, അതായത് അങ്ങനെ സമാധിയാണെന്ന് തന്നെ നിങ്ങൾ പറയുന്നു. പക്ഷേ ഇതിനകത്തൊരു സംശയം ഉണ്ടായ സ്ഥിതിക്ക് ഇത് പരിഹരിക്കാൻ ഇത് മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് നമുക്ക് പരിശോധന നടത്തണം. അങ്ങനെ സമാധി ഒരിക്കലും ശിവലിംഗം പ്രതിഷ്ഠിച്ച നിങ്ങൾ പൊക്കൂ. ആ ശിവനാണ് ഇപ്പം കൂടിയിരിക്കുന്നത്, മനസ്സിലായോ? ശിവനെ പൊക്കൂ എങ്കിൽ ഞാൻ സമ്മതിക്കാം. ഈ സൂര്യനെ പിടിക്കൂ എങ്കിൽ ഞാൻ സമ്മതിക്കാം. ഒന്ന്. രണ്ടാമത്തേരും ഇത്രയും പ്രക്ഷോഭനായിട്ട് 7 കൊല്ലം കഴിഞ്ഞു ശിവലിംഗം വച്ചിട്ട്. അപ്പം 25 വർഷത്തേക്ക് മുമ്പുള്ളത് ശിവരൂപമായിരുന്നു. 7. അപ്പം ഈ വാർഷികത്തിന് ഈ കണ്ട എല്ലാ നാട്ടുകാരെയും വിളിച്ച് സദ്യകളും ഉത്സവങ്ങളും ഒക്കെ ആയിരുന്നു, ഡാൻസും പരിപാടിയെല്ലാം. അതിനിടയ്ക്ക് കമ്മിറ്റിക്കാർ പിരിച്ച് സന്തോഷമായിട്ട് കമ്മിറ്റി അങ്ങോട്ട് റെസ്റ്റോറൻറ്റ് പിന്നെ വയലുണ്ട്, ഇവിടെ എല്ലാ രേഖകളും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇതിപ്പോൾ ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നാണ് പറയുന്നത്. സത്യം. ഇനി നമ്മൾ ജീവൻ ഇരിക്കും കാലം കൈലാസാനാണ് ഞങ്ങൾക്ക് ജീവൻ തന്നിട്ടുള്ളത്, ശിവനെ പൂജിക്കാനുള്ള അധികാരം തന്നിട്ടുള്ള. ഈ ലോകം ഇരിക്കും കാലം ഈ ശിവനെ ഇളക്കിയിട്ട് നിങ്ങൾ ഇത് പൊളിച്ചു നോക്കി എങ്കിൽ നമ്മൾ വിശ്വസിക്കാം. ഇന്നിപ്പോൾ പോലീസ് ഒരു നിർണായക ഘട്ടത്തിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി ഷിജോ കുര്യൻ സംഭവ സ്ഥലത്ത് നമ്മോടൊപ്പം ചേരുന്നു. ഷിജോ, പോലീസിന്റെ നടപടികൾ തുടങ്ങിയോ? ഇപ്പൊ ഇത് ഈ സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ഈ കുടുംബാംഗങ്ങൾ മാത്രമാണോ? ബാക്കി നാട്ടുകാരെല്ലാവരും ഇതിനകത്ത് പരിശോധന വേണമെന്ന നിലപാടിലാണോ? നിഷാദ, 2 തരത്തിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. കുടുംബത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുമുണ്ട്. അതേസമയം ഈ മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് വിശദമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് പറയുന്ന ആളുകൾ. ഇപ്പോൾ 2 തരത്തിലാണ് ഇവിടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രതികരണം നിലവിലുണ്ടായിട്ടുള്ളത്. എന്തായാലും അതിലേക്ക് മൃതദേഹം പുറത്തെടുത്ത് അത് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് അല്പസമയത്തിനകം കടക്കും. നേരത്തെ അസിസ്റ്റന്റ് കളക്ടർ അടക്കമുള്ളവർ ഇവിടേക്ക് വന്നിരുന്നു. ഇനി RDO കൂടി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം കല്ലറ പൊളിച്ചുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് നെയ്യാറ്റിൻകര പോലീസ് വിശദമായിട്ടുള്ള ബന്ധുക്കളിലടക്കം മൊഴികൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ പറയുന്നത് മക്കളും ഭാര്യയും അടക്കം പറയുന്നത് ഒരു കാരണവശാലും ഈ മൃതദേഹം കല്ലറ പൊളിച്ചുകൊണ്ട് പുറത്തേക്കെടുക്കാൻ അവർ അനുവദിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ അതിന് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചുകൊണ്ട് അത് പുറത്തേക്കെടുക്കാനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുക. നെയ്യാറ്റിൻകര AC അടക്കമുള്ളവർ ഇവിടേക്ക് സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകര SHO പ്രവീണിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. AC അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ഏതായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഏതാണ്ട് ഒരു 1 മണിക്കൂറിനകം മൃതദേഹം പുറത്തേക്കെടുക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നെയ്യാറ്റിൻകര AC അടക്കമുള്ളവരുണ്ട്. അതുപോലെ നെയ്യാറ്റിൻകര SHO പ്രവീണിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കല്ലറ പൊളിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തണം എന്നുള്ള കാര്യം കളക്ടർ തന്നെ അറിയിച്ചത്. RDO കൂടി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. വലിയ പോലീസ് സുരക്ഷ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ കുടുംബത്തിന്റെ പ്രതികരണം കേട്ടതാണ്. ഭാര്യ അടക്കമുള്ളവർ പറയുന്നത് അവരുടെ വിശ്വാസപരമായ ഹൈന്ദവ ആചാരപ്രകാരമാണ് ഈ മൃതദേഹം അവിടെ സമാധി ഇരുത്തിയത്. അപ്പോൾ സമാധി ഇരുത്തിയെടുത്ത് നിന്ന് അത് പുറത്തേക്കെടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഈ കുടുംബമുള്ളത്. അപ്പോൾ ആ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അത് പുറത്തേക്കെടുത്ത് ശാസ്ത്രീയമായിട്ട് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനും ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നുണ്ട്. സാർ, ഇതിപ്പോൾ കുടുംബത്തിന്റെ ഒരു നിലപാട് ഇത് പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു തീരുമാനം എന്താണ്? RDO അല്പസമയത്തിനകം അസിസ്റ്റന്റ് കളക്ടർ വന്ന് കുടുംബമായി സംസാരിച്ചു. അപ്പോൾ പുള്ളിയോട് വന്നിട്ട് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. ഇങ്ങനെ കല്ലറ പൊളിക്കും അറിയില്ല, അദ്ദേഹത്തിന്റെ തീരുമാനം.
എന്തായാലും RDO നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം എല്ലാവർക്കും കൊടുത്തിരുന്നു. നമുക്ക് അത് പ്രകാരം കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകാനാണ് പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായിട്ട് ഇതിന്റെ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമാണ്. നേരത്തെ ഒരു മിസ്സിംഗ് കേസാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മാൻ മിസ്സിംഗിന് FIR ഇട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. നെയ്യാറ്റിൻകര AC ഷൈസാർ ഇതിപ്പോ അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്നാൽ പോലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ നമുക്ക് വരും. കഴിഞ്ഞ കുറച്ച് 3-4 ദിവസമായിട്ട് വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പം ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത്, അല്ലെങ്കിൽ ജീവനോടുകൂടിയാണോ സമാധി ഇരുത്തിയത്, അല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ അത് വിശ്വാസപ്രകാരം മാത്രം ചെയ്തതാണോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതായുണ്ട്. ഇവരോട് ചോദിക്കുമ്പോൾ പോലും ഇവരുടെ മൊഴികളിൽ വലിയ തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ട്. കാരണം രണ്ട് മക്കളും രാജസേനനും അതുപോലെ സനാതനും മറ്റ് ഭാര്യയും പറയുന്ന കാര്യങ്ങളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. ഇവർ പറയുന്നത് നാട്ടുകാരാണ് ഈ പരാതി കൊടുത്തത്, അതല്ലാതെ ഇവരുടെ ബന്ധുക്കൾ ആരും ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഒരുപാട് ചോദ്യങ്ങളും ഇവരുടെ പ്രതികരണത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള മറുപടി ലഭിക്കണമെങ്കിൽ കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ച് ആവശ്യമാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ RDO കൂടി സ്ഥലത്തെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷേ വളരെ വേഗം ഒട്ടും വൈകാതെ തന്നെ കല്ലറ പൊളിച്ചുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. വലിയ ജനക്കൂട്ടം ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവരെ പ്രതിരോധിക്കുന്നതിനൊക്കെ ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെ തന്നെ ഈ കല്ലറ പൊളിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത് പൊളിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുമെന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ്. പക്ഷേ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് നൽകുകയും ചെയ്തു. ഇനി RDO കൂടി എത്തിയാലാണ് ഉടൻ തന്നെ ഈ കല്ലറ പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് ഷിജോ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയ. തിരുവനന്തപുരത്ത് ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാൻ എന്തായാലും സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ അല്പസമയത്തിനകം RDOയും കളക്ടറും അവിടെ എത്തുകയും അവരോട് സംസാരിക്കുകയും ചെയ്യും. കുടുംബം അത് പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഈ മരണത്തിൽ സമാധിയായി എന്ന് പറയുന്നതിൽ ചില അസ്വാഭാവികതകളുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായ പരിശോധന നടത്താൻ സർക്കാർ ഏജൻസികൾ തീരുമാനിച്ചിട്ടുള്ളത്.